വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഇയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗികളെ പരിശോധിക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. യുഎഇയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഏത് അടിയന്തര സാഹചര്യങ്ങളും നേരിടാനുള്ള സന്നാഹങ്ങൾ രാജ്യത്ത് സജ്ജമാണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിക്കുന്നവരെ പരിചരിക്കാനുള്ള സംവിധാനങ്ങൾ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രികളിൽ സജ്ജമാക്കുകയും അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കും മറ്റ് ആശുപത്രി ജീവനക്കാർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർമാർക്കും മറ്റ് ആശുപത്രി ജീവനക്കാർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ യുഎഇ ഹെൽത്ത് അതോറിറ്റി ഇതിനോടൊപ്പം തന്നെ നൽകി വരികയാണ്. പനിയോ വൈറസ് ബാധയുടെ മറ്റ് ലക്ഷണങ്ങളോ ഉള്ള ആളുകൾ ആശുപത്രികൾ ചികിത്സ തേടുമ്പോൾ പാലിക്കേണ്ട പ്രത്യേക പ്രോട്ടോകോൾ സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതായി മൻകുൽ ആസ്റ്റർ ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി ഡോക്ടർ ജ്യോതി ഉപാധ്യായ് പറയുകയുണ്ടായി. അങ്ങനെ ഇതിനനുസരിച്ച് രോഗിയുടെ യാത്രാ വിവരങ്ങളാണ് ആദ്യം ഡോക്ടർമാർ ചോദിച്ചറിയുന്നത്. ഇതിനോടകം തന്നെ കൊറോണ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ച ഏതെങ്കിലും രാജ്യത്തെ പോയിട്ടുണ്ടോ എന്നും അന്വേഷിച്ചറിയുന്നതായിരിക്കും. അതേസമയം പനിയോ വൈറസ് ബാധയോ ഉണ്ടായിരുന്ന ആരുമായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കം പുലർത്തിയോ എന്നും അന്വേഷിക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം ഉപയോഗിക്കാനായി ദുബായ് ഹെൽത്ത് അതോറിറ്റി പ്രത്യേക കിറ്റ് ആശുപത്രികൾക്ക് നൽകി വരുന്നുമുണ്ട്. മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നുമുള്ള സ്രവങ്ങൾ ശേഖരിക്കാനുള്ള സ്വാബുകൾ ഈ കിറ്റിൽ ലഭ്യമാണ്. ഇവ ശേഖരിച്ച് റാഷിദ് ആശുപത്രിയിലേക്ക് അയക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പേടിക്കാനൊന്നുമില്ല എന്നാണ് ദുബായ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ തന്നെ പനിയുള്ളവരുമായി അകലം പാലിക്കണമെന്ന് യുഎഇയിലെ റൈറ്റ് ഹെൽത്ത് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സഞ്ജയ് പറയുകയുണ്ടായി. ആരോഗ്യത്തെ അവഗണിക്കരുത്. പനിയുടെ ലക്ഷണങ്ങളോ കണ്ടാൽ ചികിത്സ ഉടൻ തന്നെ നേടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പനി ബാധിച്ചവർ പുറത്തിറങ്ങാതെ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പനിയോ അസുഖങ്ങളോ ഉള്ളവർ അത് മറ്റുള്ളവരിലേക്ക് കൂടി പകരാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ആശുപത്രിയിൽ പോയി ഡോക്ടർമാരെ കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.